ഇവിടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ മതസംഘടനകൾ ഇടപെടരുത് എന്നതാണ് നമ്മളുടെ പൊതുവെ എല്ലാവരും അങ്ങനെയാണ് നോക്കിക്കാണുന്നത്. പക്ഷേ എപ്പോഴും അത്തരം ഇടപെടലുകൾ ഉണ്ടാകുന്നതും അതിൽ സർക്കാർ വഴങ്ങുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഈ വിഷയത്തിൽ സർക്കാർ വളരെ മാതൃകാപരമായ ഒരു നിലപാടാണോ സ്വീകരിച്ചിരിക്കുന്നത്? ഇപ്പോൾ ആശയക്കുഴപ്പങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞവരെ ഏറ്റവും ഒടുവിൽ നിലപാടിൽ നിന്ന് മാറി തന്നെ അവരെ ചർച്ചയ്ക്ക് വിളിക്കുന്നു, അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. ഏറ്റവും ഒടുവിൽ സർക്കാർ എന്താണോ തീരുമാനിച്ചത് ആ നയവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് മാതൃകാപരമായ ഒരു സമീപനമാണോ? കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം പോലെ ഇത്രയേറെ കാലാകാലങ്ങളിൽ പരിഷ്കാരത്തിന് വിധേയമായ മറ്റൊരു മേഖലയുണ്ടോ എന്ന് സംശയിക്കുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലം മുതൽ തുടർന്നു വരുന്ന മന്ത്രിമാരും മന്ത്രിസഭകളുമൊക്കെ ഏറ്റവും അധികം പരീക്ഷണത്തിന് വിധേയമാക്കുന്നത് വിദ്യാഭ്യാസ രംഗമാണ്. അതിന് ഓരോരോ ന്യായങ്ങൾ അതാത് സമയത്ത് ഭരിക്കുന്ന സർക്കാരും അതിനോട് ബന്ധപ്പെട്ട ആളുകളും പൊതുസമൂഹത്തിന്റെ മുൻപിൽ വെക്കാറുണ്ടതും എന്നതും പരമാർത്ഥമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഭാഗമായിട്ടല്ല ഈ ഒരു തീരുമാനം ഇപ്പോൾ എടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തോട് ഇപ്പോഴത്തെ സർക്കാരിന്റെ സമീപനം എന്തായിരുന്നു, ഇപ്പോൾ എന്താണ് എന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും ഏകദേശം ഇപ്പോൾ ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. സാന്ദർഭികമായി പറയട്ടെ, ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ഏറ്റവും വലിയ ഒരു നിർദ്ദേശമായിരുന്നല്ലോ PM ശ്രീ എന്ന് പറയുന്നതായ ഒരു പദ്ധതി. അതായത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. അതിന്റെ ഫലമായി കോടിക്കണക്കിന് രൂപയാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് മറ്റുമായി വാഗ്ദാനം ചെയ്തത്. എന്നാൽ ഇവിടെ ഈ കേരള സർക്കാർ, ഇപ്പോൾ നിലവിലുള്ള കേരള സർക്കാർ യാതൊരു കാരണവശാലും ആ പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നടപ്പാക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ ഒരു നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 1500 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് ലഭിക്കുമായിരുന്നതായ സാമ്പത്തിക സഹായം ഇപ്പോൾ ലഭിക്കാത്ത ഒരു സ്ഥിതിയിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഞാനിത് പറയാൻ കാരണം, വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് കാലോചിതമായി എടുക്കുന്ന നടപടികളെ എല്ലാ ജനങ്ങളും സർവാത്മന സ്വീകരിക്കുന്ന ഒരു രീതിയാണ് കേരളത്തിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഉദ്ദേശശുദ്ധിയോടുകൂടി എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണെങ്കിൽ തീർച്ചയായും ഇതിനകത്ത് എല്ലാ ആളുകളുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാകും എന്ന് വേണം കരുതാൻ. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ അതുതന്നെ ആണോ എന്ന ഈ ലക്ഷ്യം എന്നത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇന്നും ഇത്ര ഏറെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടും വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം കേരളത്തിൽ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ല. കാരണം ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമിൽ അനേക പ്രാവശ്യം ചർച്ച ചെയ്ത വിഷയമാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം. അതുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പ്രഥമ ദൃഷ്ട്യാ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ വരുത്തിയിരിക്കുന്ന സമയ ക്രമീകരണം കേരളത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണത്തെ വർദ്ധിപ്പിക്കുന്നതാണോ എന്നത് വളരെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. കാലത്തെ 15 മിനിറ്റും വൈകിട്ട് 15 മിനിറ്റും കൂട്ടുന്നത് കൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനപരമായ ഗുണത്തിന് വർധനയുണ്ടാകുമോ എന്ന കാര്യത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് 4 ദശാബ്ദക്കാലത്തിലേറെ പ്രവർത്തിക്കുന്ന ഒരാളായ എനിക്ക് നേരിയ സംശയങ്ങളുണ്ട്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മേഖലകളിലാണ് നമ്മൾ ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഇവിടുത്തെ പാഠ്യക്രമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കപ്പെടുന്നുണ്ടോ എന്നത് പ്രഥമമായ ചോദ്യം. രണ്ടാമത്, ഇവിടുത്തെ അധ്യയന രീതി കാര്യമായ രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അതുപോലെ തന്നെ പരീക്ഷ നടത്തിപ്പ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ആലോചിക്കണം. മൂല്യനിർണയം എങ്ങനെയാണ്? ഇങ്ങനെ 3-4 തട്ടുകളിൽ സമഗ്രവും ശാസ്ത്രീയവും സാങ്കേതികവുമായ പരിശോധനയിലൂടെ മാത്രമേ അത്തരം പരിശോധനകൾ ഉണ്ടാകണം. പഠന നിലവാരം ഉയരണമെങ്കിൽ അത്തരം പരിശോധനകൾ ഉണ്ടാകണം. അവിടെ ശരിയായ വിധത്തിലുള്ള മുന്നോട്ട് പോക്ക് ഉറപ്പുവരുത്തിയാൽ മാത്രമേ നമുക്ക് പഠന നിലവാരം ഉറപ്പാക്കാൻ പറ്റുള്ളൂ. അവിടെ സർക്കാരിന് അത്തരം നയപരിപാടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടാകണമല്ലോ. അപ്പോൾ എല്ലാ കാലത്തും വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് അത് സാധ്യമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പലവിധ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് പല സർക്കാരുകൾക്കും. ഇവിടെ ഇപ്പോൾ സമയക്രമം ഇങ്ങനെ വേണം എന്നത് സർക്കാർ ഒരു ദിവസം പെട്ടെന്ന് തീരുമാനിച്ചതല്ല. കോടതി വിധിയുണ്ട്, പിന്നീട് പരിശോധനകളുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചതാണ്. നമ്മളെക്കാൾ
പഠന സമയം കൂടുതലാണ്. കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ അവർക്കൊക്കെ അവിടുത്തെ കുട്ടികൾക്കൊക്കെ ലഭിക്കുന്ന പഠന സമയം ഇതിലും കൂടുതലാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ സർക്കാർ എടുത്തൊരു തീരുമാനം, അതിന് മതസംഘടനകളുടെ ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദമുണ്ടാകുന്നു. അവർ പ്രത്യക്ഷ സമരത്തിലേക്ക് വരെ പോകുന്ന ഒരു സാഹചര്യത്തിൽ സർക്കാർ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അനുനയിപ്പിച്ച് ആ നിലപാടുമായി മുന്നോട്ട് പോവുകയാണല്ലോ. അതൊരു നല്ല സ്റ്റെപ്പാണോ എന്നതാണ് ഞാൻ ചോദിച്ചത്. രേണുക, ആ ഉത്തരത്തിലേക്ക് തന്നെ ഞാൻ വരികയാണ്. ഞാനൊരു പശ്ചാത്തലം ഒന്ന് വിവരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. രേണുക ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ വരികയാണ്. തീർച്ചയായും ഇതിന് വേണ്ടതായ ഗൃഹപാഠം ചെയ്തു എന്നാണ് മന്ത്രി ആവർത്തിച്ച് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടൊക്കെ പല തട്ടുകളിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിനകത്ത് അവിടെ എനിക്ക് പറയാനുള്ളത്, ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന് തീർച്ചയായും ആ സംസ്ഥാനത്തെ വിദ്യാഭ്യാസത്തിന്റെ നയരൂപീകരണത്തിന് ഭരണഘടനാപരമായും നിയമപരമായും സാങ്കേതികമായും അവകാശമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ അവകാശം കൂടുതൽ ബലപ്പെടുത്തിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി മൂലം. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇന്നിപ്പോൾ അവസാനം നടന്നതായിട്ടുള്ള ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കുന്നതും ഇവിടെ നേരത്തെ പറഞ്ഞവർ സൂചിപ്പിച്ചതും വിദ്യാഭ്യാസ മന്ത്രി ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന കാര്യം ചർച്ച നടത്തിയ ആളുകളുമായി, സാമുദായിക സംഘടനാ നേതാക്കന്മാരുമായി, പ്രത്യേകിച്ച് സമസ്ത നേതാക്കന്മാരുമായി ഒക്കെ സംസാരിച്ചു. അവരെ ബോധ്യപ്പെടുത്തി എന്ന ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. എന്നാൽ അവർ ബോധ്യപ്പെട്ടാണോ മടങ്ങിപ്പോയിരിക്കുന്നത് എന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം വ്യക്തമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടെ ഈ പരിഷ്കാരവുമായി മുന്നോട്ട് പോകുന്നു. ഈ വർഷം ഇനിയും ഒരിക്കലും പിന്നാക്കം പോകുന്ന പ്രശ്നമില്ല എന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ വെളിപ്പെടുത്തിയത് കൊണ്ട്, പ്രത്യേകിച്ച് ഹൈക്കോടതി വിധിയുടെ ഒരു പിൻബലം ഉള്ളത് കൊണ്ട് ഈ തീരുമാനം കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെ നമ്മൾ കരുതണം. ഇതൊരു പരീക്ഷണമാണ്. ഇതുകൊണ്ട് ഗുണനിലവാരം വർദ്ധിക്കുന്നുണ്ടോ, ആകെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു ഉണർവുണ്ടാകുന്നു എന്നതൊക്കെ കാലം തെളിയിക്കേണ്ടതായിരിക്കുന്നു. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ പരിഷ്കാരത്തിന്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം നമ്മൾ സാധിച്ചെടുത്തിട്ടുണ്ടോ എന്നത് നമുക്ക് നിഗമനത്തിലെത്താനായി സാധിക്കൂ.